നമസ്കാരം. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിന് അഭിമാന നേട്ടം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് KT തോമസിനും രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. പുരസ്കാര വാർത്തയിൽ സന്തോഷമുണ്ടെന്ന് VSന്റെ മകൻ അരുൺ VA പ്രതികരിച്ചു. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്ന VS അച്യുതാനന്ദന് നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 100 വയസ്സ് തികച്ച അടുത്തിടെ അന്തരിച്ച VSനോടുള്ള ആദരവായിട്ടാണ് കേന്ദ്ര സർക്കാർ ബഹുമതി പ്രഖ്യാപിച്ചത്. നടൻ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. P. നാരായണൻ പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹിത്യ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം. ജന്മഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപരായിരുന്നു. കലാമണ്ഡലം വിമല മേനോനും കൊല്ലക്കൽ ദേവകിയമ്മ എന്നിവർക്കും പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന് മൊത്തം 8 പത്മ പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പുരസ്കാരങ്ങളെ രാഷ്ട്രീയ നീക്കമായി നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഈഴവ സമുദായത്തിന്റെയും സ്വാധീനത്തെ മുൻനിർത്തിയുള്ള കേന്ദ്രത്തിന്റെ തന്ത്രപരമായ ഇടപെടലാണിതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. അൺസങ് ഹീറോസ് വിഭാഗത്തിൽ 45 പേർക്കാണ് ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരം. കുറുമ്പ ഗോത്ര വിഭാഗത്തിലെ ചിത്രകാരനായ നീലഗിരി സ്വദേശി R. കൃഷ്ണനും മരണാനന്തര ബഹുമതിയായി പത്മശ്രീ ലഭിച്ചു. അങ്കെ ഗൌഡ, അർമിഡ ഫെർണാണ്ടസ്, ഫഗുദസ് റായ്ക്വാർ, ബ്രിജ്ലാൽ ഭട്ട്, ബുദ്രി താതി, ചരൺ ഹെബ്രം, ചിരഞ്ജിലാൽ യാദവ്, ധർമ്മിക് ലാൽ ചുനിലാൽ തുടങ്ങിയവർക്കും പത്മശ്രീ ലഭിച്ചു. നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ രോഹിത് ശർമ്മ, വീരപ്പൻ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ K. വിജയകുമാർ തുടങ്ങി നിരവധി പേരെയും പത്മശ്രീ നൽകി രാജ്യം ആദരിക്കും. ആലപ്പുഴ സ്വദേശി കൊല്ലകയിൽ ദേവകിയമ്മയ്ക്കും പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ആലപ്പുഴ മുതുകുളം സ്വദേശിയായ ദേവകിയമ്മയ്ക്ക് പുരസ്കാരം നൽകിയത്. വനവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ ദേവകിയമ്മ 3000-ഓളം അപൂർവ ഔഷധ സസ്യങ്ങൾ സംരക്ഷിച്ചിരുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ഉജ്ജ്വലമായ അടയാളപ്പെടുത്തലായി മാറുകയാണ് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം എന്ന ഗ്രാമവും അവിടെയുള്ള കൊല്ലക്കയിൽ ദേവകിയമ്മ എന്ന 92-കാരിയും. പതിറ്റാണ്ടുകളായി താൻ താലോലിച്ച് വളർത്തിയ തപസ്വനം എന്ന മനോഹരമായ വനത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ദേവകിയമ്മയെ ഇപ്പോൾ രാജ്യം ആദരിച്ചിരിക്കുകയാണ്. ഏകദേശം 44 വർഷം മുമ്പുണ്ടായ ഒരു അപകടമാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത്. ശാരീരികമായ അവശതയിലായവർക്ക് വർഷങ്ങളോളം തന്റെ തൊഴിലായിരുന്ന കൃഷിപ്പണികളിലേക്ക് മടങ്ങാൻ സാധിച്ചിരുന്നില്ല. വീൽ ചെയറിലും കട്ടിലുമായി ഒതുങ്ങിപ്പോയ ആ കാലഘട്ടം അവരെ മാനസികമായും തളർത്തിയിരുന്നു. എന്നാൽ പിന്നീട് നടക്കാൻ ശീലിച്ചപ്പോൾ അവർ സ്വീകരിച്ച വഴി മണ്ണിലേക്കുള്ള മടക്കമായിരുന്നു. നെൽകൃഷി പോലുള്ള ഭാരമേറിയ ജോലികൾ ചെയ്യാൻ ശാരീരികാവസ്ഥ അനുവദിക്കാത്തതിനാൽ വീടിന് ചുറ്റുമുള്ള തരിശു ഭൂമിയിൽ ചെടികൾ നട്ടു തുടങ്ങി. തുടക്കത്തിൽ വലിയൊരു വനമുണ്ടാക്കുക എന്ന ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മാനസികമായ ആശ്വാസത്തിനും സമയക്രമീകരണത്തിനുമായി നട്ടു തുടങ്ങിയ ഓരോ തൈയും പിന്നീട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. പ്രദേശവാസികൾക്കും പ്രകൃതി സ്നേഹികൾക്കും വലിയ അത്താണിയാണ് ദേവകിയമ്മ. വനത്തിൽ സമൃദ്ധമായി വളരുന്ന ഔഷധ സസ്യങ്ങൾ രോഗശാന്തിക്ക് എത്തുന്നവർക്കും ദേവകിയമ്മ സൗജന്യമായി നൽകാറുണ്ട്.